ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ ആദ്യം കറണ്ട് എനർജി നോക്കാം. കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ആ ഒരു എനർജിയിൽ ഒരു സ്വിച്ച് വന്നൊക്കെയാണ്. അതായത് ഇത്രയും നാൾ ഇവർ വളരെയധികം ഫെമിനൈൻ ആയിട്ടുള്ള എനർജിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ മാസ്കുലിൻ എനർജിയിലേക്ക് വന്നൊക്കെയാണ്. എനർജി സ്വിച്ച് ആയിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവർ ഭയങ്കര ഡൊമിനേറ്റ്, ഈഗോ ഇല്ല എങ്കിൽ ഭയങ്കരമായിട്ട് റൂഡ് ബിഹേവ് അതിലേക്കൊക്കെ മാറിയിരിക്കുകയാണ്. ഫുൾ മൂണിൻ്റെ ആ ഒരു സമയമൊക്കെ ഇവരുടെ എനർജി വളരെ ഫാമിലിൻ ആയിട്ടുള്ള സൗമ്യമായിട്ടുള്ള പെരുമാറ്റം, ഇമോഷൻസ് കാണിക്കുക, ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് എനർജിയിൽ ഇന്ന് സ്വിച്ച് ആയിരിക്കുന്നത്. ഇവിടെ ഇവർ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഇവരുടെ എനർജിക്ക് കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഏത് എനർജിയിലാണോ ഒരു വ്യക്തി ആക്ഷൻ എടുക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ഫലമായിരിക്കും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ മോശം എനർജിയിലാണ് ഒരു ആക്ഷൻ എടുക്കുന്നതെങ്കിൽ മോശം ഫലമായിരിക്കും, നല്ല എനർജിയിലാണ് ഒരു ആക്ഷൻ എടുക്കുന്നതെങ്കിൽ നല്ല ഫലമായിരിക്കും. അപ്പോൾ ഇവർ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും അതിൽ എനർജിയുടെ പങ്ക് വളരെ വലുതാണ്. ഇവിടെ ഈ ഒരു മോശം സിറ്റുവേഷനിലും പീസ്ഫുള്ളായിട്ടൊരു വഴി കണ്ടെത്താൻ നിങ്ങളുടെ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആരുടെയൊക്കെ പേഴ്സണാണോ ഒരു വഴി കണ്ടെത്തിയത് അവർ ഉറപ്പായിട്ടും ഒരു ആക്ഷൻ എടുക്കും. ഇല്ലാത്തവർ സ്റ്റക്ക് സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരുടെയൊക്കെ പേഴ്സണാണോ ഒരു ആക്ഷൻ എടുത്തത് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ് അവരുടെ ഭാഗത്തുനിന്നുള്ള. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇനി സഫറിങ് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ സന്തോഷം ചൂസ് ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരുവാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് സ്റ്റക്ക് സിറ്റുവേഷനിൽ പുറത്തു വരുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസം ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് ആരോട് ഇവർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളോട്, അല്ല എങ്കിൽ അവരെ സ്റ്റക്കായിട്ട് നിർത്തുന്നത് ആരാണോ ആ സിറ്റുവേഷനിലുള്ള ആൾക്കാരോടായിരിക്കും ഇവർ ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പെർമനൻറ്റ് യൂണിയൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാർക്കും സ്റ്റക്ക് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ പുറത്ത് വന്ന് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്ത് നിങ്ങൾ തമ്മിൽ പെർമനൻ്റായിട്ട് ഒന്നാവുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് പീസ്ഫുള്ളായിട്ടുള്ളൊരു വഴി അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ മാസ്കുലിൻ എനർജിയിലാകുമ്പോഴാണ് ഇവർക്ക് ഇവരുടെ സന്തോഷം എന്തായാലും ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന തോന്നൽ ഇവർക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് കറണ്ട് എനർജി. ഇനി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതായത് നിങ്ങളെപ്പോൾ ഇവരുടെ അടുത്ത് വരും, അല്ലെങ്കിൽ ഇവരെപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നൊക്കെ ആലോചിച്ച് കാത്തിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ കറണ്ട് ഫീലിങ്ങിൽ. ഇവിടെ വെയിറ്റിംഗ് എനർജി കാണിക്കുന്നത് ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം, പക്ഷെ അതിന് ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അത് കാരണമാണ് ഇവർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലോ അല്ല എങ്കിൽ സെപ്പറേഷനിലോ ആണ് എങ്കിൽ ഇവർക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്. പിന്നെ ഇവർ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാനിനി സംസാരിച്ച് എല്ലാം സ്നേഹത്തിലാവും, നല്ലതുപോലെ ആവും, വീണ്ടും എൻ്റെ പേഴ്സൺ എന്നോട് ചോദിക്കത്തില്ലേ ഇനി എപ്പോഴാണ് നമ്മൾ തമ്മിൽ യൂണിയൻ ആവുന്ന, പെർമനൻറ്റ് യൂണിയൻ എപ്പോഴാണ്, എനിക്ക് കമ്മിറ്റ്മെൻറ്റ് എപ്പോഴാണ് തരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് പഴയതുപോലെ നിങ്ങൾക്ക് ഒരു ഉത്തരം തരാൻ പറ്റാതാവുമ്പോൾ നിങ്ങൾക്ക് വിഷമമാവത്തില്ല. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. ആഗ്രഹം ഉണ്ടായിട്ടും ഇവർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ആ ഒറ്റ കാരണം കൊണ്ടാണ്. നിങ്ങൾക്ക് തരാനായിട്ട് ഒരു മറുപടി ഇവരുടെ കയ്യിലില്ല നിങ്ങൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ. ഇവിടെ ഇവർ കാരണം നിങ്ങൾ വിഷമിക്കാൻ പാടില്ല, നിങ്ങൾക്ക് വിഷമാവത്തില്ല. നിങ്ങൾ എല്ലാം മറന്ന് മൂവ് ഓൺ ചെയ്യാം, പഴയതുപോലെ ഒറ്റയ്ക്ക് ജീവിക്കാം എന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും ഇവർ വീണ്ടും കോൾ ചെയ്ത് നിങ്ങളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. വീണ്ടും കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റാതാവുമ്പോൾ നിങ്ങൾക്ക് വിഷമാവും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉയരും. ഞാൻ മര്യാദയ്ക്ക് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതാണ് ഒറ്റയ്ക്ക്, അപ്പോഴല്ലേ നിങ്ങൾ വീണ്ടും വന്ന് ഇങ്ങനെ വീണ്ടും എന്നെ സ്നേഹത്തിലാക്കിയിട്ട് ഇപ്പോൾ ഞാൻ ചോദിച്ചതിന് മറുപടി തരാതിരിക്കുന്നത് എന്നൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവത്തില്ലേ. പിന്നെ ചില ആൾക്കാരുടെ പേഴ്സണിന് ഒരു കുഴപ്പവുമില്ല. അവർക്ക് തോന്നുമ്പോൾ അവർ കോൾ ചെയ്യും, വീഡിയോ കോൾ ചെയ്യും, മെസ്സേജ് ചെയ്യും, വന്ന് കാണും, സംസാരിക്കും. അവർക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല, ആരെയും പേടിയില്ല. എന്താണോ ഒരു മനസ്സിൽ തോന്നുന്നത് അവർ അത് ചെയ്യും. അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു പേഴ്സൻ്റെ എനർജി ആണെങ്കിൽ പേടിച്ച് മാറി നിൽക്കുന്നു, മറ്റേ പേഴ്സൻ്റെ എനർജി ആണെങ്കിൽ പേടിയും കൂടാതെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു.
ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ വന്നിട്ട് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അത് തന്നെയാണ് അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. അതായത് മിററിങ് എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് കോണ്ടാക്ട് സിറ്റുവേഷൻ നോക്കാം ആദ്യം. ഇവിടെ ഞാൻ 2 സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെയും എനർജി പറയും. അതിൽ നിങ്ങൾക്ക് ഏതാണോ എനർജി റെസൊനേറ്റ് ആകുന്നത് നിങ്ങൾ എടുക്കുക. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് 2 സിറ്റുവേഷനും കൊണ്ടുപോവുകയാണ്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനും നിങ്ങളുമായിട്ടുള്ള ബന്ധവും 2 സിറ്റുവേഷനും ബാലൻസാക്കി കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ. അതായത് അവർ നിങ്ങളെ സന്തോഷമായിട്ട് വയ്ക്കുന്നു, തേർഡ് പാർട്ടിയെ സന്തോഷമായിട്ട് വയ്ക്കുന്നു. നിങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിച്ചാൽ മതിയെന്നാണ്. ഇവിടെ ഇവർക്ക് എപ്പോഴാണോ പറ്റാതെ വരുന്നത്, നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എപ്പോഴാണോ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്നത്, അപ്പോൾ ഇവർ ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവരെ ബാലൻസിൽ കൊണ്ടുപോകും. അതായത് ഇതിൽ ആരോടാണ് ബാഡ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുള്ളത്, അത് തേർഡ് പാർട്ടിയോടാണോ നിങ്ങളോടാണോ എന്ന് നിങ്ങളുടെ കർമ്മ അനുസരിച്ചേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തേർഡ് പാർട്ടിയോടാണ് ബാഡ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുള്ളത് എങ്കിൽ ഇവർ തേർഡ് പാർട്ടിയെ എൻഡാക്കാനുള്ള ഡിസിഷൻ എടുക്കും. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ അവർക്ക് കുറച്ച് സമയമെടുക്കും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഇവിടെ വരാൻ പോകുന്ന 24 അവേഴ്സിൽ നിങ്ങൾക്ക് ഹെവി എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന 7 മണിക്കൂർ തൊട്ട് 24 മണിക്കൂർ വരെ നിങ്ങൾക്ക് ഹെവി എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ടവർ മൂവ്മെൻ്റ് ആണ് കാണാൻ സാധിക്കുന്ന. കാർമിക് സൈക്കിൾ എൻഡ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതിന് ശേഷമാണ് ഒരു നല്ല തുടക്കം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഡിവൈൻ്റെ ഇടപെടലോടെ ആയിരിക്കും സംഭവിക്കുന്നത്. ഇവിടെ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവർ നിങ്ങളോട് ഞാൻ കരിയറിൽ ബിസിയാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം ഇപ്പോൾ എന്നെ വിളിക്കേണ്ട, സംസാരിക്കാൻ എനിക്ക് സമയമില്ല എന്നൊക്കെ നിങ്ങളോട് പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. ഇവിടെ 999ൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ വലിയൊരു ടവർ മൂവ്മെൻ്റ് ആണ് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കാർമിക് റിലീസായി പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. അപ്പോൾ വരാൻ പോകുന്ന സമയം ഹെവി എനർജി ആയതുകൊണ്ട് ഇവർ കുറച്ച് നിങ്ങളെ ഒന്ന് ഇഗ്നോർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം അവർ ഒരു ടവർ മൂവ്മെൻറ്റ് ഫേസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് എല്ലാം നിങ്ങളോട് തുറന്ന് പറയണമെന്നില്ല, കുറച്ച് ബിസിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യതയുണ്ട്. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഏഞ്ചൽസ് പറയുന്നത് ഏതെങ്കിലും സിറ്റുവേഷനിൽ ഒരിക്കലും സ്റ്റക്കായിട്ടിരിക്കരുത്, മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. സെക്കൻഡ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ബന്ധം ഇനി ഒരു പക്ഷേ കാർമിക് റിലേഷൻഷിപ്പാണ് എങ്കിൽ ചിലപ്പോൾ ഒരു ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആയിട്ട് നിങ്ങൾ റിലീസാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ല സമയമല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്, മോശം സമയമാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് സമയം നേരെയാകുമ്പോൾ എല്ലാം നേരെയാകും. കാരണം ഹെവി എനർജിയാണ് കോണ്ടാക്ട് സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത്. എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.